4 പേർ ചേർന്നുകൊണ്ട് കോറിക്കായിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫാമിൽ നിന്ന് പറഞ്ഞ നാട്ടുകാരിൽ നിന്ന് കഷ്ണങ്ങളായി വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, കോറിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ തന്നെ ആ പ്രദേശത്ത് കണ്ണമ്പാറയുള്ള പ്രദേശത്തെ ആൾക്കാർ സംഘടിച്ചു. അവർ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സംഘടിച്ച് സമരമാർഗങ്ങൾ നടത്തി. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് 4 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ക്ലബിന്റെ ഭാരവാഹികളായ ഞങ്ങൾ, അതിന്റെ സെക്രട്ടറി ഈ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ രാജുവാണ്. ഇതിന് കോറിക്ക് അനുവാദം കൊടുക്കരുത്, ഈ കോറിക്ക് യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കാൻ പാടില്ല എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിക്ക്, പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയിപ്പ് കൊടുത്തു, കത്ത് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കാനോ അവിടെ സന്ദർശിക്കാനോ മനസ്സിലാക്കാനോ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ തയ്യാറായില്ല. പിന്നീട് കണ്ണമ്പാറ കേന്ദ്രീകരിച്ചിട്ടുള്ള സമരം ഇതിനെ അതിജീവിച്ചുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജിയെ സ്വാധീനിച്ചു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സ്വാധീനിച്ചു, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു. ആരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയുമോ കോറി മാഫിയ സ്വാധീനിച്ചുകൊണ്ട് ഇവിടെ പഞ്ചായത്തിന് ഭരണസമിതിക്ക് അനുവാദത്തിന് വേണ്ടി കൊടുത്തു. ആ കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. ഇത് കൊടുത്തത് പിന്നെ ഈ മൈനിങ് പ്ലാൻ ഇവിടെ ഹാജരാക്കിയ മൈനിങ് പ്ലാൻ പ്രകാരം ഈ പദ്ധതി പ്രദേശത്തിന് 100 മീറ്റർ ഉള്ളിൽ വീടുകളില്ല, ക്ഷേത്രങ്ങളില്ല, ടവറുകളില്ല, പൊതുവഴികളില്ല, പാലങ്ങളില്ല, സ്കൂളുകളില്ല, ഒന്നുമില്ല എന്ന് മൈനിങ് പ്ലാൻ ഇവിടെ ഹാജരാക്കി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ ഇത് ഈ കോറി മാഫിയ പിന്നെ ഹാജരാക്കി രേഖയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ. 2 ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. ആയിരവള്ളി ക്ഷേത്രം പതിറ്റാണ്ടുകളായി ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ആരാധിക്കുന്ന ഒരു ആയിരവള്ളി ക്ഷേത്രമുണ്ട്. തൊട്ടപ്പുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ഒരു മുസ്ലിം തക്യാവ് നമസ്കരിക്കുന്നതിന് വേണ്ടി തക്യാവുണ്ട്. ഒരു പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാലം ഉൾപ്പെടുന്ന റോഡിലേക്ക് കടന്നു പോകുന്നു. 800 മീറ്റർ വീതിയുള്ള ഒരു നടപ്പാത, ഏകദേശം 50ഓളം ആൾക്കാർ ആ പ്രദേശത്ത് അധിവസിക്കുന്നു. ആ വസ്തുത അറിയാവുന്ന പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇതൊന്നും ഉപയോഗിക്കാതെ നോക്കണം. ഇത് മൈനിങ് പ്ലാൻ കൊടുത്ത റിപ്പോർട്ടാണ്. സ്കൂളില്ല, 1800ഓളം സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഇതൊന്നും 1/2 കിലോമീറ്റർ ഇല്ല. ഇത് ഈ നഗ്നമായ ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് അവര് ലൈസൻസ് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ രേഖകൾ നമുക്ക് പരിശോധിക്കണം. ഇതിനോട് ഇപ്പൊ അനുബന്ധിച്ച് നമ്മളിപ്പം കണ്ട കാര്യങ്ങൾ അറിയിച്ചാണ്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. കോറി മാഫിയയ്ക്ക് അനുകൂലമായി രേഖകൾ കൊടുത്തതിന്റെ പരിണിതഫലമാണ് ഇപ്പോൾ അവിടെ സസ്പെൻഷൻ നേരിടുന്നത്. അതിന്റെ നമുക്ക് പ്രാദേശിക ഗവൺമെന്റിനാണ് സമീപിക്കാൻ. ഇവിടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ജനങ്ങളുടെ വികാരങ്ങൾ അവരുടെ നമ്മുടെ ജനപ്രതിനിധികളാണ്. ജനകീയ കോടതിയിൽ നാളെ അവർ വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ കോറി മാഫിയ ഞങ്ങൾ സംഘടിച്ച് സമരം നടത്തി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നാട്ടുകാരെ കുറെ പേരെ വിലക്കെടുത്തുകൊണ്ട് പണത്തും എന്തിനും പണം കൊണ്ട് നേടാൻ കഴിയും എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് പോലും നിരവധി പേർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. പ്രതികരിച്ചാൽ ഒരു കോടതി ഉത്തരവുണ്ട്. പദ്ധതി പ്രദേശത്ത് കയറാൻ പാടില്ല, അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഞങ്ങളൊന്നും പദ്ധതി പ്രദേശത്ത് കയറി തടസ്സപ്പെടുന്നവരല്ല. അവിടെ കോറി തുടങ്ങുന്നതിന് വേണ്ടി 8 മീറ്റർ വീതി വേണം. യഥേഷ്ടം ഫയർ എഞ്ചിൻ കയറി പോകണം, ആംബുലൻസ് കയറി പോകണം. ടോറസ് എന്ന ലോറി പോകണമെങ്കിൽ 8 മീറ്റർ വീതി വേണമെന്നുണ്ട്. അവിടെ 4 മീറ്റർ വീതിയാണ് ഈ പദ്ധതി ഈ കോറിക്കുള്ളത്. അവിടെ പതിറ്റാണ്ടുകളായി കാലാകാലങ്ങളായി പ്രദേശവാസികൾ 40ഓളം കുടുംബങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. അതിപ്പോ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് കോറിക്ക് വേണ്ടി കൊടുക്കണമെന്നാണ്. അങ്ങനെ 8 മീറ്റർ എങ്ങനെ ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും? അപ്പൊ എന്നാലും ഏഴേ ഉള്ളൂ. അപ്പൊ ഇത് നഗ്നമായ ലംഘനമാണ്, ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ഒരു സഹോദരി ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ പഞ്ചായത്ത് അധികാരിയോട് പറയും ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നു, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു പോലും നമുക്ക് പാറ വേണ്ടേ? നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇങ്ങനെയുള്ള ജനവാസ മേഖലകളിൽ നിന്ന് പാറ പൊട്ടിക്കുന്ന പ്രവണത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിലെ തെങ്കാശി, തിരുനെൽവേലി, അമ്പാസമുദ്രം മേഖലകളില് അവിടുത്തെ ജനവാസ കേന്ദ്രം ഇങ്ങനെയല്ല. അവിടെ ഒരു പ്രദേശത്ത് മാത്രം ജനങ്ങൾ കിടക്കുന്നു, ബാക്കിയുള്ള വിജനമായ പ്രദേശമാണ്. അവിടെ പാറ യഥേഷ്ടമുണ്ട്. നമ്മുടെ നാട്ടിൽ തെക്കൻ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ പാറ പൊട്ടിച്ചില്ല. അപ്പോൾ പാറ വേണ്ടേ? ഇതാണ് ഇവർ പറയുന്ന ന്യായം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം വിമുഖത കാണിക്കുന്നു. അതിന് അവർ സത്യം പറയട്ടെ, നമുക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ ഉറക്കമില്ലാതെ കഴിയുകയാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രതികരിച്ചാൽ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടി.
അവിടെ പദ്ധതി പ്രദേശത്ത് പാറ ഇതുമായി അനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക. അല്ലാതെ ഒരിക്കലും പാറ കൊണ്ടുപോകാൻ പെർമിറ്റില്ല, കൊണ്ടുപോകാൻ പെർമിറ്റില്ല. അങ്ങനെ ആ പ്രദേശവാസികൾ അവരുടെ പദ്ധതി പ്രദേശത്ത് കയറിയില്ല. റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ചു, പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രതിഷേധിച്ചു. ഉടൻ തന്നെ ഈ മാഫിയ ഇടപെട്ട് പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുകയാണ് ചെയ്തത്. ജനകീയ പ്രശ്നങ്ങളിൽ കേസെടുത്ത് എത്ര പേര് ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം ജയിലിൽ കിടക്കണ്ടേ? ഞങ്ങൾ ഈ സമരം പോലീസിന് വേണ്ടി ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ കോറി 4 ഏക്കർ കോറി തുടങ്ങിയ പ്രക്രിയ അടുത്ത 2.5 കോറി ഹെക്ടർ 1 ഹെക്ടർ ഭൂമി അടുത്ത എഗ്രിമെന്റ് വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ അവര് വെച്ചിരിക്കുന്ന അവർ കെട്ടിടം റിസർവയറിന് നമ്പർ ഇല്ല. റിസർവയർ പാലോട് രംഗപ്പെട്ട വളരെ ഹെക്ടറുള്ള ഒരു സ്വാഭാവിക വനോടുണ്ട്. ഈ വനത്തിന് സമീപം പാടില്ല എന്ന് വ്യക്തമായ നിയമമുണ്ട്. ആ വനത്തിന് സമീപം കുറെ ഭൂമി ഈ മാഫിയയുടെ ബന്ധുക്കളുടെ പേരിൽ എഴുതിയിട്ടിട്ട് അതിന് തൊട്ടിപ്പുറത്താണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ആരുടെ കണ്ണിൽ പൊടി ഇടാനാണ്? ഇനിയിപ്പോൾ അടുത്ത പ്രധാന വിഷയം 40